മോണിറ്റൈസ്ഡ് ആയ ചില ചാനൽസ് ഡീമോണിറ്റൈസ്ഡ് ആകാനുമുള്ള സാധ്യതയുണ്ട്. ഇനി മുതൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു അപ്ഡേഷൻ വരുന്നതോടുകൂടെ യൂട്യൂബ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഫേസ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എങ്കിൽ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ ഇനിയുള്ള ക്രിയേറ്റേഴ്സിന് വലിയ പാടായിരിക്കും. ഒരു കോപ്പി കണ്ടന്റുകൾ തന്നെയും ഇനി ഉപയോഗിക്കാനായിട്ട് കഴിയും. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഇനി ഒരു കണ്ടന്റ് ക്രിയേറ്റർ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി, അതായത് നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു സോങ് ഉപയോഗിക്കുകയാണ് എങ്കിൽ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എത്ര റവന്യൂ ആണോ കിട്ടിയത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് വിത്തിൻ 3 മന്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ വലിയ എളുപ്പമായിരുന്നു. എന്നാൽ ജൂലൈ 15, 2025 യൂട്യൂബ് വലിയൊരു അപ്ഡേഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ ഇനിയുള്ള ക്രിയേറ്റേഴ്സിന് വലിയ പാടായിരിക്കും. ഈ ഒരു അപ്ഡേഷൻ വരുന്നതിലൂടെ മോണിറ്റൈസ്ഡ് ആയ ചില ചാനൽസ് ഡീമോണിറ്റൈസ്ഡ് ആകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂട്യൂബ് കൊണ്ടുവരുന്ന അപ്ഡേഷനുകളിൽ ഇതൊരു വലിയ അപ്ഡേഷനാണ്. എന്താണ് ഈ ഒരു അപ്ഡേഷൻ എന്ന് നോക്കാം. ജൂലൈ 15, 2025 മുതൽ ഇനി ഈ ഒരു അപ്ഡേഷൻ നമുക്ക് എല്ലാവർക്കും, അതായത് എല്ലാ ക്രിയേറ്റേഴ്സിനെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയാം. നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. നമ്മുടെ ചാനലിലെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ വലിയ എളുപ്പമായിരുന്നു. എന്നാൽ ഇനി മുതൽ മോണിറ്റൈസ് ആക്കി എടുക്കുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് ചാനൽസ് ഇനി മോണിറ്റൈസ് ആകില്ല. അഥവാ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് എങ്കിൽ ഇനി അത് ഡീമോണിറ്റൈസ് ആകും. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഇനി ഒരു കണ്ടന്റ് ക്രിയേറ്റർ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി, സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത്, സ്വന്തം വോയിസ് ഓവർ നൽകി കണ്ടന്റ്, അതായത് സ്വന്തം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ചാനൽ മാത്രമേ ഇനി മോണിറ്റൈസ് ആവുകയുള്ളൂ. ഇനി എന്താണ് ആ ഒരു പോളിസി എന്ന് പറയാം. ഒന്നാമത്തെ പോളിസി എന്ന് പറയുന്നത് ഫോക്കസ് ഓഫ് ഒറിജിനാലിറ്റി, അതായത് വീഡിയോയുടെ ഒറിജിനാലിറ്റി ഇനി ഫോക്കസ് ചെയ്യും. രണ്ടാമത്തത് എന്ന് പറയുന്നത് മാസ് പ്രൊഡ്യൂസ്ഡ് കണ്ടന്റ് ബാൻ, അതായത് ജനറിക് സ്ലൈഡ് ഷോ വീഡിയോസ് ഇനി യൂട്യൂബിൽ ബാൻ ആകും. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ ഇനി മോണിറ്റൈസ്ഡ് ആകില്ല. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഓട്ടോ വോയിസ് ന്യൂസ് വീഡിയോസ്, അതായത് ഓട്ടോ വോയിസ് ആയിട്ടുള്ള ന്യൂസ് വീഡിയോസ് ഇനി മോണിറ്റൈസ്ഡ് ആകില്ല. അതുപോലെ ഇനി റിയാക്ഷൻ വീഡിയോയിൽ ഒരു വലിയ അപ്ഡേഷൻ ആണ് ഇനി വരാൻ പോകുന്നത്. റിയാക്ഷൻ വീഡിയോ വിത്തൗട്ട് കണ്ടന്റ്, അതായത് ഒരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോകളിൽ റിയാക്ഷൻ ചെയ്യുന്നവരുടെ ചാനൽസ് ഇനി അത് മോണിറ്റൈസ് ആകില്ല. ഇനി എന്ന് പറയുന്നത് ക്ലിപ്സ് കമ്പൈലിംഗ്, എവിടെ നിന്നെങ്കിലും കുറച്ച് ക്ലിപ്സ് നിങ്ങൾ എഡിറ്റിങ്ങിലൂടെ ഒരുമിച്ച് ചേർത്ത് യോജിപ്പിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ചാനൽസ് ഇനി മോണിറ്റൈസ് ആകില്ല. ഇനി മുതൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു അപ്ഡേഷൻ വരുന്നതോടുകൂടെ യൂട്യൂബ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അവരുടെ വീഡിയോകളിൽ നല്ല രീതിയിൽ അവരുടെ വാല്യൂ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ ചാനൽ ഇനി മോണിറ്റൈസ്ഡ് ആകില്ല. അതുപോലെ AI ത്രൂ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകില്ല. അതായത് AI ത്രൂ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിഫറൻസ് ആയിട്ട് AI യൂസ് ചെയ്യാം. AI വീഡിയോസ് കാണിക്കുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഇനി മുതൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുകയും സ്വന്തം വോയിസ് ഓവർ നൽകുകയും ഫേസ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ AI വഴിയുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് മോണിറ്റൈസ് ആകുള്ളൂ. ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മൾ ഇനി എന്തായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? അതായത് AI ത്രൂ ഉള്ള വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ, ഇല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴോ, ഇല്ലെങ്കിൽ നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി യൂട്യൂബ് അത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എവിടെയാണ് ആ ഒരു വീഡിയോയിൽ ക്രിയേറ്ററുടെ വാല്യൂ ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് എവിടെയാണ് ആ വീഡിയോയിൽ നമ്മുടെ വോയിസ് ഓവർ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ഫേസ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ക്രിയേറ്ററിന്റെ വാല്യൂ എവിടെയാണ് കൊടുത്തിട്ടുള്ളത് എന്നായിരിക്കും ഇനി നമ്മുടെ ചാനൽ മോണിറ്റൈസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ മാത്രം വരുത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം വാല്യൂ ആയിട്ട് യൂട്യൂബ് കണക്കാക്കില്ല. ഇനി വേറൊരു കാര്യവും കൂടെ ഞാൻ പറയാൻ മറന്നുപോയി.
ഫേസ്ലെസ് ചാനലുകൾ ഇനി മോണിറ്റൈസ് ആകില്ല. ഇനി അഥവാ മോണിറ്റൈസ് ആയിട്ടുണ്ട് എങ്കിൽ അത് ഡീമോണിറ്റൈസ് ആവും. അങ്ങനെയുള്ളവരുടെ ചാനൽസ് യൂട്യൂബ് ഇനി റിവ്യൂ ചെയ്യുന്നതാണ്. ക്രിയേറ്റർ അവരുടെ ഫേസ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വോയിസ് ഓവർ നൽകിയിരിക്കണം. അതുപോലെ ഒരു കോപ്പി കണ്ടന്റുകൾ തന്നെയും ഇനി ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇനി ഒരു ഷോർട്സിൽ വലിയൊരു അപ്ഡേഷൻ ആണ് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു സോങ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ ഷോർട്ട് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എത്ര റവന്യൂ ആണോ കിട്ടിയത് അത് യൂട്യൂബ് തുല്യമായിട്ട് സ്പ്ലിറ്റ് ആക്കി ആ ഒരു സോങ്ങിന്റെ ഒറിജിനൽ ക്രിയേറ്ററിനും ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അപ്ഡേഷനുകളാണ് 15 ജൂലൈ 2025 ശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നമ്മളെ ഇത് എങ്ങനെ ബാധിക്കും എന്നറിയില്ല. അപ്പോൾ പുതിയ ഈ ഒരു അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേഷൻസ് ഒക്കെ വരുന്നുവെങ്കിൽ നിങ്ങളുമായിട്ട് ഉറപ്പായിട്ടും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.